ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ടാണ് പഴയ ഷെല്ലി എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാർ, ലോക സാഹിത്യത്തിലെ അധികായനാണ് ഷെല്ലിയൊക്കെ പാടിയത് സ്ലീപ്പ് ഈസ് സ്വീറ്റ്, ഡെത്ത് ഈസ് സ്വീറ്റർ ആൻഡ് നെവർ ടു ബി ബോൺ ഈസ് സ്വീറ്റസ്റ്റ്. ഉറക്കം മധുരമാണ്, മരണം മാധുര്യമുള്ളതാണ്, ഈ ലോകത്ത് ജനിക്കാതിരിക്കൽ അതിമധുരമാണ്. ലോക നാടകവേദിയുടെ പിതാവ് ഷേക്സ്പിയർ പോലും പറഞ്ഞത് ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ക്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം അതൊരു വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി ഒന്നും തന്നെ ഇല്ല, ശബ്ദ കോലാഹലങ്ങൾ മാത്രമാണ്. അർത്ഥമില്ലാത്ത നിരർത്ഥകമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് കവികളും അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യകാരന്മാരും വലിയ വലിയ തത്വചിന്തകർ എന്ന് പറയുന്ന ക്യാമ്പസ് അംഗീകരിക്കുന്നവർ. ഇല്ലൊരു സമാധാനം എങ്ങെങ്ങും വെറും പൊള്ളലടങ്ങാത്ത ദാഹമാണലിയോ ചുറ്റും, ഈ ലോക ജീവിതം ശോകപൂരിതം വ്യർത്ഥ മാകുമൊരാശാ ബന്ധ. പഴയ നമ്മുടെ സാഹിത്യകാരന്മാർ, എടപ്പള്ളിയെ പോലെയുള്ള ആളുകൾ എഴുതിവിട്ടതാണ് ഇതൊക്കെ. എന്താണ് അർത്ഥമില്ലാത്ത ലക്ഷ്യമില്ലാത്ത ജീവിതത്തിനെ കുട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുക. ഒരു കാലത്ത് ഇതുണ്ടായപ്പോൾ ക്യാമ്പസുകളുടെ ജീർണത അതിൻ്റെ അങ്ങേത്തലക്കിലെത്തി. അതായത് സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നത് മുതൽ ഞങ്ങൾ സ്വതന്ത്രരാണ്, ചോദ്യങ്ങളും വിലക്കുകളും ഒന്നും പാടില്ല. അങ്ങനെ മാതാവിൻ്റെ സ്നേഹത്തിനെ പോലും അവർ ഒരു കാലത്ത് ചോദ്യം ചെയ്തു. എന്തിനാണ് ഞങ്ങൾ അവർ എന്തിനാണ് ഞങ്ങളെ അവരുടെ ഒരു ദൗർബല്യത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഈ ഭൂമിയിൽ പിറന്നു വീണേണ്ടി വന്നത്, ഞങ്ങൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് തുടങ്ങിയിട്ടുള്ള ജീവിതം നിരർത്ഥകമാണ് തുടങ്ങിയുള്ള ചിന്തകൾ അതൊരു കാലത്തുണ്ടായി. അതിനുശേഷം മതം ഒരു വേള ക്യാമ്പസുകളിലേക്ക് കയറി വന്നു, ഒരു ചെറിയ ഇടവേളയിൽ. പിന്നെ വീണ്ടും സാമ്രാജ്യത്വത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ശക്തികൾ അവർ മതത്തിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ നടത്തി. അവിടെയാണ് തോക്കുകളുമായി ക്യാമ്പസുകളിലേക്ക് കുട്ടികൾ കടന്നു വന്നത്. അവിടെയാണ് അവർ മാതാവിൻ്റെ സ്നേഹത്തിനെ കാർഡുകളിൽ ഒതുക്കിയത്. മദേഴ്സ് ഡേ ഉമ്മയെപ്പറ്റി, അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു അമ്മ ദിനം, ആ ദിനത്തിൽ എന്ത് ചെയ്യും, ഒരു കാർഡ് അയക്കും അമ്മക്ക്. ഇല്ലെങ്കിൽ ഉമ്മയോട് സ്നേഹമില്ലാത്തവരാണ് ഞാനെന്ന് എൻ്റെ കൂട്ടുകാർ പറയും. വാലന്റൈൻസ് ഡേ, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഡേ. എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ് പിന്നീടുള്ള ആലോചന. സ്റ്റുഡൻസിൻ്റെ അങ്ങനെ വിദ്യാർത്ഥികളെ കമ്പോളത്തിലേക്ക് അവരുടെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിപ്പിക്കുക, എന്നിട്ട് അതുപയോഗിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുക. ഒരു കാലത്ത് കമ്മ്യൂണിസം അവർ വിളിച്ചു പറഞ്ഞത് മതമല്ല, ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദമാണ് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം. വിശപ്പിൻ്റെ വിളി. അന്നാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള രാജൻ കൊലക്കേസൊക്കെ നമുക്കറിയാം. അത് ക്യാമ്പസിൻ്റെ മറ്റൊരു ചിത്രമായിരുന്നു. അന്നവർ ശരിക്കും മതവിരുദ്ധമാവുക. അതായത് മതങ്ങളൊന്നും നിങ്ങൾക്ക് ഭക്ഷണം തരില്ല, എരിയുന്ന വയറിൻ്റെ പ്രശ്നം തീർക്കുന്നത് ഞങ്ങൾ മാത്രം. അത് നമ്മൾ കണ്ടു, റഷ്യയിലൊക്കെ നമ്മൾ കണ്ടതാണ്. മനുഷ്യർ പട്ടിണി കിടന്ന് എത്ര ചത്തു, എത്ര പേരെ അവർക്ക് എരിയുന്ന വയറിൻ്റെ തീ എത്രമാത്രം അവർക്ക് മാറ്റാൻ പറ്റി എന്നൊക്കെയുള്ള ആലോചനകൾ നമുക്ക് നൽകുന്നുണ്ട്. മതം നൽകുന്ന സുന്ദരമായ മനുഷ്യൻ്റെ വിശപ്പകറ്റുന്ന മുദ്രാവാക്യങ്ങൾ എത്രയുണ്ട്. അടുത്തിരിക്കുന്ന വിദ്യാർത്ഥി മത്സര പരീക്ഷയിലെ എതിരാളിയാണ് എന്നല്ലല്ലോ മതം പഠിപ്പിക്കുന്നത്. എന്താ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നിൻ്റെ നാളത്തെ പരീക്ഷയിൽ അടുത്തിരിക്കുന്ന അയൽവാസിയായ കുട്ടിക്കാണ് മാർക്ക് കൂടുതൽ എങ്കിൽ നിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ നിനക്കുള്ള സമ്മാനം ചിലത് കുറയുമെന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. നമ്മളാണ് ഈ ഒരു ചിത്രം ലോകത്തിന് നൽകിയത്, രക്ഷിതാക്കൾ. അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന മതകീയമായ വിദ്യാഭ്യാസം എന്തായിരിക്കണം? തൻ്റെ അടുത്തിരിക്കുന്ന വിദ്യാർത്ഥിക്ക് അവൻ്റെ വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ അവൻ വിശക്കുന്നവനാണ്, അവൻ്റെ വിശപ്പിൻ്റെ വിളി അവൻ്റെ വിദ്യാഭ്യാസത്തിനെ, അവൻ്റെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടോ? അവനെ സഹായിക്കാനുള്ള ഒരു മനസ്സും കാരുണ്യവുമായിരിക്കണം രക്ഷിതാക്കൾ മക്കൾക്ക് പകർന്നു നൽകേണ്ടത്. അവിടെ ക്യാമ്പസുകളിലെ ജീർണതകൾ അവസാനിക്കുകയുള്ളൂ. മക്കൾക്ക് മതം പറഞ്ഞു കൊടുക്കാൻ മതകീയമായ വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ ക്യാമ്പസുകളിൽ നിന്നൊക്കെ എടുത്തുകളയാണ്. മതമില്ലാത്ത ജീവൻ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മതമില്ലാത്ത ജീവനൊക്കെ അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ്, അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ്. മതമില്ലാത്ത ജീവനെതിരെ നമ്മൾ മുറവിളി വിട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം സ്കൂളുകളിലൊന്നും മതം പഠിപ്പിക്കുമെന്ന് കരുതണ്ട. അത് പഠിപ്പിക്കേണ്ട മദ്രസകളെ ഇല്ലാതാക്കുന്നത് ആരാ? നമ്മുടെ മക്കളെ അതിരാവിലെ 7 മണിക്ക് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നു. ശരി, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചന. പക്ഷെ അവരുടെ പരലോകത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് മതകീയമായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എങ്കിൽ അവന് പാശ്ചാത്യൻ്റെ വിദ്യാഭ്യാസം കൊടുത്ത് നാളെ അവൻ നിങ്ങളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല. അപ്പം നമ്മൾ മതം പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമ്പസ് ജീർണിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ക്യാമ്പസിലെ ജീർണതകൾക്ക് മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ? മുസ്ലിം കുട്ടികൾ എത്രയുണ്ട് എണ്ണി നോക്കുക.
മതകീയമായ വേരുകളുള്ള വീടുകളിൽ നിന്ന് വന്നവർ, അവർക്ക് മതവിദ്യാഭ്യാസം നമ്മൾ കൊടുത്തില്ല. കാരണം അറബി കോളേജുകളിലേക്ക്, മദ്രസകളിലേക്ക് പോയി കഴിഞ്ഞാൽ പായായിപ്പോവും, നാളെ അവരുടെ ഭൗതിക ജീവിതം ബുദ്ധിമുട്ടിലാകുമെന്ന് പറഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞയച്ചവരെല്ലാം ഒടുവിൽ മൂക്കത്ത് വിരൽ വെക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗതികേടിലകപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആ മക്കൾ ഒരുപക്ഷേ മതകീയമായ വിദ്യാഭ്യാസം, ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികൾ ഒരുപക്ഷേ ആ ക്യാമ്പസുകളിലെ ജീർണതകൾക്ക് കൂട്ടുനിൽക്കില്ലായിരിക്കാം. അല്ലെങ്കിൽ അതിനെതിരെ അവർ പോരാടേണ്ട ആവശ്യമില്ല. ഒരു വേള നമ്മൾ കൊടുക്കുന്ന മതവിദ്യാഭ്യാസം മാറി നിൽക്കാനുള്ള ഒരു മനസ്സെങ്കിലും അവർക്ക് നൽകുമായിരുന്നു. അത് നൽകാതിരുന്നിട്ട് ക്യാമ്പസിൻ്റെ ജീർണതകളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചിന്താഗതികൾക്ക്, ഞാൻ ഈ നാട് അരീക്കോട് എന്നൊക്കെ പറയുന്നത് പ്രബുദ്ധമായ ഒരു നാടാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ജനറലായി ഉദ്ദേശിച്ചു കൊണ്ടൊന്നുള്ള പരാമർശമല്ല. മൊത്തത്തിൽ കേരളത്തിനകത്തുള്ള ക്യാമ്പസുകളിലെ ജീർണതകളിൽ മുസ്ലിം വിദ്യാർത്ഥികളെയെങ്കിലും മാറ്റി നിർത്തണമെങ്കിൽ മദ്രസ വിദ്യാഭ്യാസങ്ങളും മതവിദ്യാഭ്യാസങ്ങളും സജീവമായി നടക്കേണ്ടതുണ്ട്. സാംസ്കാരികമായ സംഘട്ടനമാണത്രേ ലോകത്ത് നടക്കുന്നത്. നേരത്തെ ജാഫർക്ക് ഒരുപക്ഷെ സൂചിപ്പിച്ചു കാണും. സാംസ്കാരികമായ സാമുവൽ ഹണ്ടിങ്ടൺ എന്നൊക്കെ പറയുന്ന വലിയ ദാർശനികൻ എന്നൊക്കെ പേരുള്ള മനുഷ്യൻ പറഞ്ഞത് ഇപ്പം സാംസ്കാരികമായ സംഘട്ടനമാണ് നടക്കുന്നതെന്നാണ്. എന്താണ് സാംസ്കാരിക സംഘട്ടനം? പാശ്ചാത്യനും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള സംഘട്ടനം. ശരി, അംഗീകരിക്കാം. ലോകത്തെല്ലാ കാലത്തും ഇസ്ലാം ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി, ഇസ്ലാം ഒരു ശത്രുപക്ഷത്ത് നിർത്തി, സാംസ്കാരികമായോ അല്ലെങ്കിൽ സാമ്രാജ്യത്വപരമായോ ഒക്കെയുള്ള എതിരാളികളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഏറ്റുമുട്ടുകയും നശിപ്പിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് പാശ്ചാത്യന് നൽകാനുള്ള സംസ്കാരം? ഉടുതുണിയില്ലാത്ത സംസ്കാരം, അല്ലെങ്കിൽ വളരെ ജീർണിച്ച അവർ ഉന്നതമെന്ന് പറയുന്ന ആ സംസ്കാരം. ബീച്ച് വോളികൾ നമുക്ക് നൽകിയിട്ടുള്ളവർ, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബുകളിൽ വിദ്യാർത്ഥികളെ അഴിഞ്ഞാടാൻ പ്രേരിപ്പിക്കുന്നവർ. പാശ്ചാത്യൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസം ചൂടും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ബാംഗ്ലൂരിലേക്കൊക്കെ വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിലേക്ക് തള്ളിവിടാനായി നമ്മുടെ മുസ്ലിം രക്ഷിതാക്കൾ പോലും മത്സരിക്കുന്ന കാണുമ്പം വളരെ ഖേദം തോന്നാറുണ്ട്. എന്തിനാണ്? അവർ വലിയ വിദ്യാഭ്യാസം നേടി തിരിച്ചു വരാനാണ്. എന്താണ് അവിടെയുള്ള നൈറ്റ് ക്ലബ്ബുകളിൽ രാത്രി അഴിഞ്ഞാടുന്ന വിദ്യാർത്ഥി ലോകം? അത് നമുക്ക് സമ്മാനിച്ചവർ ആരാ? പാശ്ചാത്യനാണ്. മാതാപിതാക്കളും കുട്ടികളുമെല്ലാം ഒരുമിച്ച് അർദ്ധനഗ്നകരായി അങ്ങനെ ബീച്ചുകളിൽ അഴിഞ്ഞാടുന്ന, നമുക്ക് വൃദ്ധസദനങ്ങളെ സമ്മാനിച്ചവർ, നമുക്ക് ഡേ കെയറുകളെ സമ്മാനിച്ച സംസ്കാരം, ആ സംസ്കാരം അവരെ മടുപ്പിച്ചു. ഇന്ന് ലോകത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാനസികമായ സംഘർഷം കുറക്കാനുള്ള ഗുളികകളാണ് അവിടെ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലും ഏറെക്കുറെ ആ അവസ്ഥ ആയി കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചു നോക്കാം, അരീക്കോടുള്ള സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. മെഡിക്കൽ വിഭാഗത്തിൽ ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സംഘടനകളുണ്ടല്ലോ ഇവിടെ, അരീക്കോടൊക്കെ അതിൻ്റെ കേന്ദ്രമാണ്. അവരോട് ചോദിക്കുക, മലപ്പുറം ജില്ലയിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളും വാങ്ങിച്ചു കൂട്ടുന്ന ഗുളികകൾ, അത് മറ്റൊരു പഠനമാണ്, എന്തോ ആവട്ടെ, മാനസികമായ സംഘർഷത്തിലാണ് അവരകപ്പെട്ടത്. എന്നിട്ടവർ ഇസ്ലാമിനെ പുൽകുവാനുള്ള സന്നദ്ധതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി കൂട്ടങ്ങൾ, അറബി കോളേജുകളൊക്കെ, ഞാൻ ആ കഥകളൊക്കെ മറ്റു പിന്നൊരിക്കലും പറയാം, സമയമില്ല, ഇതിനടിമപ്പെട്ടു. അവരൊക്കെ ഇസ്ലാമിനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വലിച്ചെറിയാൻ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഉന്നതമായ ഒരു സംസ്കാരത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ നാളെ ഒരു വലിയ പ്രത്യാഘാതത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോകാൻ തയ്യാറാകുന്നത്. നമ്മുടെ വസ്ത്രധാരണ രീതികൾ പോലും, ക്യാമ്പസ് സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതികൾ പോലും, പെൺകുട്ടികളുടെ വസ്ത്രധാരണം നോക്കൂ. തൃശ്ശൂർ, ഞാൻ സാധാരണ പറയാറുള്ള ഒരു സംഭവമുണ്ട്. തൃശ്ശൂരിലെ ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജ്, ഒരു BEd സെൻറ്റർ, ആ ക്യാമ്പസിലേക്ക് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി പഠിക്കുവാനായി, BEdന് ചേരുവാനായി വരുന്നു. ഒരു ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തകൻ്റെ മകൾ അവിടെ പഠിക്കുവാനായി BEd ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിലേക്ക് വരുന്നു. അങ്ങനെ അവിടെ അഡ്മിഷൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മിനിസ്റ്റേഴ്സ് പറഞ്ഞു, പറ്റില്ല, ഈ വസ്ത്രധാരണവും കൊണ്ട് നിങ്ങൾക്കിവിടെ അഡ്മിഷൻ തരില്ല. അവർ പറഞ്ഞു, ഇത് എൻ്റെ മഫ്ത, എൻ്റെ ഈ മുഖമക്കന എൻ്റെ മതം എനിക്ക് അനുവദിച്ചു തന്നതാണ്. എൻ്റെ മുഖമക്കന ധരിക്കാതെ ഞാൻ പഠിക്കാൻ വരില്ല, എനിക്കത് എൻ്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്തോ ആവട്ടെ, പക്ഷെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പറ്റില്ല. വീണ്ടും പറഞ്ഞു, എൻ്റെ ഈ മുഖമക്കനെ എനിക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി കൃത്യമാക്കി പറഞ്ഞു തരാം, നിങ്ങളുടെ മുഖമക്കനെയല്ല പ്രശ്നം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ചുരിദാറാണ് പ്രശ്നം. ഈ നിങ്ങളുടെ അവയവ വടിവുകൾ മുഴുവനും കാണിച്ചുകൊണ്ടുള്ള ഈ വസ്ത്രമുണ്ടല്ലോ, ഈ വസ്ത്രമിട്ടുകൊണ്ട് ഈ ക്യാമ്പസിലേക്ക് വരാൻ പറ്റില്ല. ആരോടാ പറഞ്ഞ? ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയുടെ മകളോട് പറഞ്ഞ അനുഭവം അവരുടെ ബന്ധു പറഞ്ഞതാണ്. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവമാണിത്.
എന്താ? ഏത് വസ്ത്രത്തിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്? പാശ്ചാത്യൻ ഏതിൽ നിന്നാണോ ഓടി അകലുന്നത് അതിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥിനികൾ പോലും ഓടിയെടുത്തുകൊണ്ടിരിക്കുന്നു. മൊബൈൽ സംസ്കാരം നമ്മുടെ എല്ലാ ആളുകളുടെയും കൈകളിൽ, കുട്ടികളിൽ, പിഞ്ചു കുട്ടികൾ മുതൽ അങ്ങോട്ട് എല്ലാവരുടെയും കൈകളിലുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ കുതിപ്പിൽ നമുക്കത് ആവശ്യമാണ്, അത്യാവശ്യമാണ് പലപ്പോഴും. പക്ഷേ അതിൻ്റെ ദുരുപയോഗങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയേണ്ടതില്ല. ഓർക്കൂട്ടുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കുട്ടികൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന പലരും അവർ മൊബൈൽ ക്യാമറകളിൽ പിടിച്ചിട്ടുള്ള അവരുടെ ഫോട്ടോകളും അവരുടെ വീഡിയോകളും, നമ്മുടെ വീട്ടിൽ വീഡിയോ ക്യാമറകളില്ല, അല്ലെങ്കിൽ ക്യാമറ ഇല്ലല്ലോ